യെസ്, വിജിൻ പോറ്റിക്കൊപ്പം തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിജിൻ, ഈ തുടക്ക സമയത്ത് പോറ്റി ഇറക്കിക്കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പോറ്റി ഒരുപക്ഷെ പ്രതികരണം നടത്തിയേക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് ഉണ്ടായില്ല. അതിനൊരു അവസരം പോലീസ് കൊടുക്കാഞ്ഞതാണോ? ഒരു പ്രതികരണം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടില്ല. ഈ പോറ്റിയുമായി അല്പസമയത്ത് മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടത്. കഴിഞ്ഞ 10 മണിക്കൂർ, അതായത് ഇന്നലെ മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 10 മണിക്കൂറാണ് നീണ്ടുനിന്നത്. ഇന്ന് പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. നേരത്തെ ജിൽസിയും സൈഫുദ്ദീനും സൂചിപ്പിച്ചത് പോലെ തന്നെ ഏറ്റവും പ്രധാനമാവുക കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളാണ്, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ കണ്ടെത്തലാണ് നിലവിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാവുക. എന്തായാലും നിലവിൽ മണിക്കൂറുകളെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ റാന്നി കോടതിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാഹനം പോകുന്നത്. SP ശശിധരനും ഒപ്പം തന്നെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷം പുലർച്ചെയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മെഡിക്കൽ റിപ്പോർട്ടിനായി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കുകയും പിന്നീട് തിരിച്ച് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം വീണ്ടും പലതവണയായി വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അന്തിമമായ റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കാനുള്ള, അതിന് തയ്യാറാക്കാനുള്ള ഒരു പൂർണ്ണമായ നടപടികൾ നിലവിൽ എന്തായാലും പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ മറ്റ് ഏതൊക്കെ ആളുകൾക്ക് ഈ തട്ടിപ്പിൽ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ പങ്കുണ്ട് എന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാവുക ഈ കേസിൽ. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുണ്ട് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. അങ്ങനെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഈ 10 മണിക്കൂറിനിടെ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് കസ്റ്റഡി അപേക്ഷയും എത്ര ദിവസത്തെ കസ്റ്റഡി വേണമെന്ന കാര്യവും ഒക്കെ തീരുമാനിച്ച് അത് കോടതിയെ ബോധ്യപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. കസ്റ്റഡിയിൽ വാങ്ങിയാൽ പെട്ടെന്ന് തന്നെയൊന്നും അദ്ദേഹവുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല. കാരണം ഇത് കേരളത്തിന്റെ ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന തട്ടിപ്പാണ് എന്നുള്ളതാണ്. അതിൽ കർണാടകയുണ്ട്, ഹൈദരാബാദുണ്ട്, ഒപ്പം തന്നെ ചെന്നൈ. അതാണ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തെളിവെടുപ്പിലേക്ക് വേഗത്തിൽ കടക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് വിജിൻ. അങ്ങനെ തെളിവെടുപ്പ് തുടങ്ങിയാൽ തന്നെ എവിടെ മുതൽ തുടങ്ങും? ഇപ്പോൾ ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലും SITയുടെ അന്വേഷണം പുരോഗമിച്ചത്. അപ്പോൾ ഒരു തെളിവെടുപ്പിലേക്ക് വേഗത്തിൽ കടക്കാൻ സാധ്യതയുണ്ടോ, അതോ കുറെ കൂടി ഉദ്യോഗസ്ഥരെ അടക്കം മുരാരി ബാബുവിനെ അടക്കമുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷം കുറെ കൂടി ആളുകളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പിലേക്ക് കടക്കുക, അതോ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വേഗത്തിൽ അത്തരം നടപടിയിലേക്ക് കടക്കുകയാണോ ചെയ്യുക? എന്താണ് മനസ്സിലാക്കുന്നത്? സൈഫുദ്ദീൻ, ഒറ്റ ഒരു നിമിഷം പോലും എന്തായാലും കളയാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായ രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പെട്ടെന്ന് ഈ ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കുകയും പക്ഷേ ആ വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വരിക പോലും ചെയ്യാത്ത നിലയിലുള്ള ഒരു തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ടോടുകൂടിയാണ് തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പോലും പുറത്തു വരുന്നത്, മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഒരു രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ലഭിക്കണം എന്നുള്ളതായിരിക്കും കസ്റ്റഡി അപേക്ഷയിൽ എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടാൻ പോകുന്നത്. കേസിന്റെ ഗൗരവവും ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതിയും അംഗീകരിക്കാനാണ് നിലവിൽ സാധ്യത. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുകയും തുടർ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, നിലവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക, ഒപ്പം തന്നെ അവരുടെ മൊഴിയുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി താരതമ്യപ്പെടുത്തുക, അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, വീണ്ടും ഈ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദ്യം ചെയ്യലിലേക്ക്
ജയിലിലേക്ക് കടക്കുക, ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി സ്വർണ്ണപീഠം ഒക്കെ കൊണ്ടുപോവുകയും കട്ടിൽ ഉൾപ്പെടെ കൊണ്ടുപോവുകയും അതിൽ നിന്ന് സ്വർണം തിരിച്ച് മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണം നടത്തുക, അതിന്റെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കുക. അങ്ങനെ കടമ്പകൾ ഒരുപാടാണ്. പക്ഷേ അന്വേഷണ സംഘം ആ കടമ്പകളെയൊക്കെ കൃത്യമായി മറികടന്ന് ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയായിരുന്നു എച്ച് വെങ്കടേഷ് എന്ന് പറയുന്നത്. പിന്നീടാണ് അദ്ദേഹം ലോ ആൻഡ് ഓർഡർ ചുമതലയിലേക്ക് വരുന്നത്. അദ്ദേഹം തന്നെ ഈ കോടതി ഈ കേസന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അതിൽ പഴുതുകളച്ച അന്വേഷണം തന്നെ പൂർത്തിയാക്കണമെന്ന കർശനമായ നിലപാട് കോടതിയും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. ഇനി ആദ്യത്തെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി, അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ കേസിലെ ആദ്യത്തെ അറസ്റ്റാണ്. ഇനി ആരൊക്കെ ഈ കേസിൽ പ്രതികളാകും? വെറും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ സ്വർണ്ണപ്പാളി സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട കേസ് എന്നതിൽ ഒക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ഒക്കെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന വിഷയം ഉൾപ്പെടെ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നിർണായകമാവുക ആദ്യത്തെ ആരുടെയൊക്കെ പേരിലേക്ക് ഈ സ്വർണം കടത്തിയ കേസ് എത്തുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായി വിശദീകരിക്കാൻ പോകുന്നത് അത് റിമാൻഡ് റിപ്പോർട്ടാണ്. ഏകദേശം 1 മണിക്കൂർ പിന്നിടുമ്പോഴത്തേക്ക് തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വരും എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ രഹസ്യാത്മകത ഉണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തു വരാതിരിക്കുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അതിനിർണായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശബരിമല പോലെ ഒരുപാട് തീർത്ഥാടകരുള്ള, ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആചാരപരമായും ഭക്തിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരികമായ വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും വിജയൻ അത് തന്നെയാണ് നോക്കുന്നത്. അവിടെ കസ്റ്റഡി അപേക്ഷ നൽകി കഴിഞ്ഞ് അതിനോടൊപ്പം നൽകുന്ന റിമാൻഡ് റിപ്പോർട്ട് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത, അതിലെ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ലഭിച്ച മൊഴികളുടെ വിശദാംശങ്ങൾ ഉണ്ടാകും. അതിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ പോറ്റിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് റാന്നി കോടതിയിലേക്കാണ്. അവിടെ നിന്ന് ജോസി ബാബു കൂടെ ചേരുകയാണ്. ജോസി, അവരിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. എത്ര സമയം കൊണ്ട് എത്തിച്ചേരും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും എത്തിച്ചേർന്ന മുറയ്ക്ക് തന്നെ കേസ് അദ്ദേഹത്തെ ഹാജരാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പൊതുവെ വിലയിരുത്തുന്നത് കേസിന്റെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ പോറ്റിയെ വിട്ടു നൽകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്, അല്ലേ? ജിൽസി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ റാന്നി കോടതി പരിസരത്താണ് നിൽക്കുന്നത്. കോടതിയിൽ പ്രവർത്തനം 10 മണിയോട് കൂടിയാണ് ആരംഭിക്കുക. അതിനു മുമ്പായി തന്നെ പോറ്റിയെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പോലീസ് സുരക്ഷ അടക്കം കോടതിക്ക് പുറത്ത് പോലീസിന്റെ സുരക്ഷയടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 3 മണിക്കൂറോളം യാത്രാ ദൂരമുണ്ട് തിരുവനന്തപുരത്തു നിന്നും റാന്നിയിലേക്ക്. ഏകദേശം 11 മണിക്ക് ശേഷം മാത്രമായിരിക്കും പോറ്റിയുമായി അന്വേഷണ സംഘം കോടതിയിലെത്തുക. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിനും മറ്റു നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂചിപ്പിച്ചതുപോലെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് തന്നെ അന്വേഷണ സംഘം നൽകുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്നലെയാണ് പുളിമാനത്തെ വീട്ടിൽ നിന്നും ഇയാളെ ചോദ്യം ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചത്. അതിനുശേഷം വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 2019 ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ കട്ടളപ്പടിയിൽ നിന്നും സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 കേസുകളിലെ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തനിക്ക് ലഭിച്ചത് ചെമ്പ് പാളുകളാണ് അതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. ആ വാദം പൂർണ്ണമായും അന്വേഷണ സംഘം തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും 3 മണിക്കൂറോളം സമയമെടുക്കും റാന്നിയിൽ എത്തിക്കാൻ എന്നാണ് മനസ്സിലാകുന്നത്. അതിനിടെ അവർക്ക് പ്രഭാത ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുശേഷമായിരിക്കും റാന്നിയിലെത്തുക. അതിനുശേഷം ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷയും തുടർ നടപടികളും അന്വേഷണ സംഘം സ്വീകരിക്കും. എന്തായാലും തിരുവനന്തപുരം ഈഞ്ചക്കൽ ടു റാന്നി 1 മണിക്കൂർ യാത്രയാണ്. അതിനിടയിൽ പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ ഏറെക്കുറെ ഒരു 11 മണിയോട് കൂടിയായിരിക്കും
അവിടേക്ക് എത്തിച്ചേരുക. പോറ്റിയെയും കൊണ്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടെ Yes, എന്തായാലും ആ യാത്ര അങ്ങനെ തുടരട്ടെ. നമ്മുടെ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, പോറ്റിയെ ശരിക്കും കുടഞ്ഞാൽ ഇനിയും കുറെ വമ്പന്മാർ കുടുങ്ങുമെന്നാണ് സയാൻ പറയുന്നത്. എന്തായാലും ചെക്ക് വിട്ട് പോയിട്ടില്ല എന്നാണ് പ്രേക്ഷകരുടെയും എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ ഉറങ്ങിക്കിടന്ന കേരളത്തെ ജോർജ് കുട്ടിയെ ചോദ്യം ചെയ്ത പോലെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്താൽ എല്ലാം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ്, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ആ ചോദ്യം ചെയ്യലും റിമാൻഡ് റിപ്പോർട്ടും അതിന്റെ വിവരങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷേ കേരളം ഞെട്ടുമോ, അതോ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണെന്നുള്ള ആദ്യത്തെ അറസ്റ്റാണ് പോറ്റിയുടേത്. അടുത്ത അറസ്റ്റ് ആരുടേതായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ.